CMRL എക്സാലോജിക് ഇടപാട് കേസിൽ ഹൈക്കോടതി വിധിയുടെ വിശദാംശങ്ങൾ പുറത്ത്. ആദായ നികുതി ബോർഡ് തീർപ്പാക്കിയ കേസ് ഇഡിക്ക് അന്വേഷിക്കാമെന്ന് വിധിയിൽ. നികുതി തർക്കം തീർപ്പാക്കിയാലും കള്ളപ്പണ ഇടപാട് അന്വേഷിക്കാമെന്നാണ് പറയുന്നത്. ശ്യാം ദേവരാജ് നൽകും കൂടുതൽ വിശദാംശങ്ങൾ. ശ്യാം, അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരികയാണ്. നമുക്കറിയാം, ഈ തീർപ്പാക്കിയ കേസിലെ അന്വേഷണം എന്നുള്ളതായിരുന്നു CMRLന്റെ വാദം. അത് കോടതി തള്ളിയിരിക്കുകയാണ്. ഈ നികുതി നിയമങ്ങളിലെ നടപടികളിൽ മാത്രമാണ് കമ്പനിക്ക് പരിരക്ഷയുള്ളത് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ എന്താണ് ഇപ്പോൾ കോടതിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്? CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് CMRലും അതുപോലെ തന്നെ എക്സാലോജിക്കും ഒരുപോലെ ഉയർത്തുന്ന വാദമാണ് ഇത്. നേരത്തെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ്, ആദായ നികുതി വകുപ്പിന് കീഴിലുള്ള ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇഡിക്ക് ഇടപെടാനാകില്ല എന്നത്. പക്ഷേ ഇക്കാര്യത്തിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തത വരുത്തുന്നത്. CMRLന്റെ വാദം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളുകയാണ്. ഇഡിയുടേത് തീർപ്പാക്കിയ കേസിലെ അന്വേഷണമാണ്, അതായത് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ കേസിലെ അന്വേഷണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നതെന്ന് CMRLന്റെ വാദം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളുന്നു. ആദായ നികുതി ബോർഡ് തീർപ്പാക്കിയ കേസിലും ഇഡിക്ക് അന്വേഷണം നടത്താം. നികുതി തർക്കം തീർപ്പാക്കിയാലും അതിലെ കള്ളപ്പണ ഇടപാട് അന്വേഷിക്കാമെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇതിനുള്ള അന്വേഷണത്തിലുള്ള ഇഡിയുടെ അധികാരം ഇല്ലാതാകുന്നില്ല. ആദായ നികുതി, സമ്പത്ത് നികുതി നിയമങ്ങളിലെ നടപടികളിൽ നിന്ന് മാത്രമാണ് ഈ ആദായ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡുമായി ബന്ധപ്പെട്ട കാര്യത്തിലുള്ള പരിരക്ഷ, നിയമപരമായ പരിരക്ഷ ലഭിക്കുന്നത്. പക്ഷേ ഇത് PMLA നിയമത്തിൽ ലഭിക്കില്ല എന്നുകൂടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയാണ്. മാത്രമല്ല, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ കേസിലെ അന്വേഷണമല്ല ഇഡി നടത്തുന്നതെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. ഇഡി അന്വേഷിക്കുന്നത് PMLA നിയമപ്രകാരമാണ് എന്നുകൂടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നുണ്ട്. PMLA നിയമം നടപ്പാക്കുന്നതിന് അതിൻ്റെതായ സംവിധാനമുണ്ട്. കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച സമ്പത്തിനെ കുറിച്ചാണ് ഇഡി അന്വേഷിക്കുന്നത്. വരുമാനം വെളിപ്പെടുത്താത്തതും നികുതി അടയ്ക്കാത്തതും പിഴയടയ്ക്കുന്നതും ഇതിന്റെ ഭാഗമല്ല എന്ന കാര്യവും കൂടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് CMRLന്റെ വാദങ്ങളെ പൊളിക്കുന്നതാണ്, സമ്പൂർണ്ണമായും തള്ളിക്കളയുന്നതാണ്. മാത്രമല്ല, ഈ CMRL എക്സാലോജിക് കരാറുമായി ബന്ധപ്പെട്ട സുപ്രധാനമായൊരു നിരീക്ഷണം കൂടിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നുണ്ടാകുന്നത്. ശരി.